Hello friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പുതിയൊരു ATM കാർഡ് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ATM കൗണ്ടറിൽ വെച്ച് തന്നെ സ്വന്തമായി ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇതിനുമുമ്പായി ഈ ചാനലിലൂടെ തന്നെ മറ്റു ബാങ്കുകളുടെ ATM കാർഡിന്റെ ആക്ടിവേഷനെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ATM കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായി സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ തന്നെ ATM കൗണ്ടറിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ATM കൗണ്ടറിൽ ചെന്ന ശേഷം നമ്മുടെ കൈവശമുള്ള പുതിയ ATM കാർഡ് മെഷീനിലേക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുക. ATM കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അവിടെ രണ്ട് ഓപ്ഷൻസും കാണാം. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ക്രിയേറ്റ് പിൻ ഓർ ഫോർഗോട്ട് പിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. അടുത്ത ഇൻ്റർഫേസിൽ നമുക്ക് വീണ്ടും രണ്ട് ഓപ്ഷൻസ് കാണാൻ കഴിയും. അതിൽ ആദ്യത്തെ ഓപ്ഷനായ റിസീവ് OTP ഓൺ യുവർ മൊബൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. അത് കഴിയുമ്പോൾ എൻ്റർ യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അതേ മൊബൈൽ നമ്പർ തന്നെ അവിടെ തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു 6 അക്ക OTP നമ്പർ വരുന്നതായിരിക്കും. ആ OTP നിങ്ങൾ കളയാതെ സൂക്ഷിച്ച് വെക്കുക. മാത്രമല്ല OTPക്ക് 10 മിനിറ്റ് സമയമേ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ഇൻസേർട്ട് ചെയ്ത് വെച്ച നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ഒന്നും കൂടി ഇൻസേർട്ട് ചെയ്യുക. ATM കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ വീണ്ടും ക്രിയേറ്റ് പിൻ ഓർ ഫോർഗോട്ട് പിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. അടുത്തതായിട്ട് ആദ്യത്തെ പോലെ തന്നെ രണ്ടാമത്തെ ഇൻ്റർഫേസിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത്തവണ ക്രിയേറ്റ് ATM പിൻ യൂസിങ് ദി OTP റിസീവ്ഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത പേജിലായിട്ട് എൻ്റർ യുവർ 6 ഡിജിറ്റ് OTP റിസീവ്ഡ് ആസ് SMS എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ആദ്യം വന്നിട്ടുള്ള 6 അക്ക OTP നമ്പർ ഇവിടെ തെറ്റുകൂടാതെ തന്നെ എൻ്റർ ചെയ്യുക. അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കൺഫേം ചെയ്ത് മുമ്പോട്ട് പോവുക. OTP എൻ്റർ ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം അടുത്ത പേജിലേക്ക് വരുമ്പോൾ പ്ലീസ് എൻ്റർ യുവർ പിൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ പുതിയ ATM കാർഡിന് സെറ്റ് ചെയ്യാനായി നമ്മൾ മനസ്സിൽ കരുതിയിട്ടുള്ള 4 ഡിജിറ്റ് സീക്രട്ട് പിൻ നമ്പർ അവിടെ തെറ്റുകൂടാതെ തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം കൺഫേം ചെയ്യുക. അടുത്തതായിട്ട് പ്ലീസ് റീ എൻ്റർ യുവർ പിൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത അതേ 4 ഡിജിറ്റ് സീക്രട്ട് പിൻ നമ്പർ ഒന്നുകൂടി എൻ്റർ ചെയ്യുക ഒരു വെരിഫിക്കേഷന് വേണ്ടി. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. അടുത്ത പേജിലേക്ക് വരുമ്പോൾ യുവർ ATM പിൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ATM കാർഡ് ആക്ടിവേറ്റ് ആവുന്നതാണ്. ഇനി ഈ ATM കാർഡ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ബാങ്കിങ് സംബന്ധമായ വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.